Hi all, welcome to Studying PSC. ഡിഗ്രി ലെവൽ തേർഡ് സ്റ്റേജ് പ്രിലിംസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1, 2 ആൻഡ് 3. ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, 3ഉം ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: 1510 തുടക്കത്തിൽ അൽബുക്കറക്ക് ഗോവ പിടിച്ചെടുത്തു. പോർച്ചുഗലിലെ രാജാവായ ഇമ്മാനുവലിൻ്റെ പ്രചോദനത്താൽ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്താൻ ശ്രമിക്കുന്നു. പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി അതിവേഗം വിശാലവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു പട്ടണമായി വളർന്നു. അവരുടെ നല്ല കാലങ്ങളിൽ അത് ഗോവയ്ക്ക് ശേഷമുള്ള മലബാർ തീരത്തെ ഏറ്റവും മികച്ചതും വലുതുമായ നഗരം ആയിരുന്നു. മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ only 1 and 2. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1757 മാവേലിക്കര ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും കൊച്ചിയും സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. തെറ്റായിട്ടുള്ള പോയിന്റ് ഇതാണ്: മണ്ഡപത്തും വാതുക്കൽ എന്നാണ് സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര്. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞാൽ താലൂക്കുകളാണ്. സേനാ ആസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന പേര് എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മാർത്താണ്ഡവർമ്മയുടെ ഈ സേനനെ പറയുന്ന പേര് മറവപ്പടയാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആസ്ഥാനത്തിന് എന്താണോ അറിയില്ല. ഇനി മറവപ്പടയെന്ന് തന്നെയാണോ പറയുന്നതെന്നും എനിക്കറിയില്ല. അതിൻ്റെ കറക്റ്റ് അറിയാവുന്നൊരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി only 1 and 2. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. തെറ്റായ പോയിന്റ് ഇതാണ്: നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഈ പോയിന്റിലെ തെറ്റായ ഭാഗം ഇതാണ്: 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഇതങ്ങനെയല്ല വരേണ്ടത്. 22 പേരെ നിരസിച്ചു, 21 പേരെ പിന്തുണച്ചു, അങ്ങനെയാണ് വരേണ്ടത്. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ: ഓപ്ഷൻ സി only 1 and 2. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായത്. ശരിയായ പ്രസ്താവനകൾ: പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ചു. ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് മാർച്ച് 12 to ഏപ്രിൽ 6 സബർമതിയിൽ നിന്ന് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടലിലേക്ക്. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം 1930. സാമൂഹിക സ്ഥാപനങ്ങളുമായും പരിഷ്കാരങ്ങളുമായും ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഓപ്ഷൻ എ 1, 2 ആൻഡ് 3. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, 3ഉം ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: 1829 ഡിസംബർ 4 ഹിന്ദുക്കളുടെ വിധവകളെ ജീവനോടെ കത്തിക്കുന്ന അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന സതി ആചാരം ക്രിമിനൽ കോടതികൾ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണെന്ന് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, സാമ്പത്തിക സമ്മർദ്ദം, കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലമാണ് വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾക്കിടയിൽ വിവാഹപ്രായം വർദ്ധിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാതിയുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നത്. ഈ സ്ഥാപനങ്ങളെ അടയാളപ്പെടുത്തിയ മാറ്റങ്ങൾ മിക്കവാറും സർക്കാർ നടപടികളല്ല, മറിച്ച് സാമൂഹിക സ്വഭാവമുള്ള ഘടകങ്ങളാണ്. മുഗൾ
കലയെയും വാസ്തുവിദ്യയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഓപ്ഷൻ ബി ഒൺലി 1 ആൻഡ് 2. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സനാഡുവിലെ ഖൂബ്ലൈ ഖാൻസ് കൊട്ടാരത്തിൻ്റെ സ്വപ്ന മാതൃകയായ ഫത്തേപൂർ സിക്രി അക്ബർ നിർമ്മിച്ചു. ജഹാംഗീർ ആരംഭിച്ചത് ഇൻഡോ ഇസ്ലാമിക് ബറോക്ക് ശൈലിയാണ്. തെറ്റായ പ്രസ്താവന ഇതാണ്: ആഗ്രയിലെ മോത്തി മസ്ജിദ് ഔറംഗസീബാണ് നിർമ്മിച്ചത്. ആഗ്രയിലെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 3ഉം ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ഫ്രാൻസിൽ നേരിട്ടുള്ള നികുതികൾ സംസ്ഥാന ഉദ്യോഗസ്ഥരല്ല, സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആണ് പിരിച്ചിരുന്നത്. റോം കത്തോലിക്ക സഭയിലെ വൈദികർ സംസ്ഥാനത്തെ ആദ്യ ക്രമം രൂപീകരിച്ചു. അത് സമ്പന്നവും ശക്തവുമായിരുന്നു. ഫ്രാൻസിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ 1/5 ഭാഗവും അതിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു. വിപ്ലവം ഉണ്ടായത് തത്വചിന്തകർ മൂലമല്ല, മറിച്ച് ദേശീയ ജീവിതത്തിൻ്റെ അവസ്ഥയും തിന്മകളും ഭരണകൂടത്തിൻ്റെ തെറ്റുകളും കാരണമാണ്. UNOയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒൺലി 2 ആൻഡ് 3. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനും ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് വിലക്കിയും ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സാഹചര്യം സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനും ചാർട്ടർ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഡിസംബറിലെ ടെഹ്റാൻ സമ്മേളനത്തിൽ റൂസ്വെൽറ്റ് ചർച്ചിലും സ്റ്റാലിനും ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഒരു ലോക കുടുംബത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന വസ്തുതകൾ പരിഗണിക്കുക. ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ലോകമെമ്പാടും ഓരോ വർഷവും 400 ദശലക്ഷം ടണ്ണിലധികം പ്ലാസ്റ്റിക്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൽ പകുതിയും ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാവൂ. 10% താഴെ മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിമീറ്ററോളം വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണങ്ങൾ കുടിവെള്ളത്തിലേക്ക് വഴി കണ്ടെത്തുന്നു. പ്രതിവർഷം ഏകദേശം 11 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. ഇത് 2040 3 ഇരട്ടിയാകും. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഓപ്ഷൻ ബി ഒൺലി 1 ആൻഡ് 2. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ശ്രീ ഹീരാലാൽ സമരിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2005 ഒക്ടോബർ 12 മുതൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പട്ടിക 1 അന്തരീക്ഷത്തിൻ്റെ പാളികൾ. പട്ടിക 2 സവിശേഷതകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ട്രാറ്റോസ്ഫിയർ മൊത്തം അന്തരീക്ഷ ഓസോണിൻ്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. എക്സോസ്ഫിയർ ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അയണോസ്ഫിയർ അറോറ ബൊറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 ഇവയ്ക്കിടയിൽ വ്യാപിച്ചു കിടക്കുന്നു. കോട്ടപ്പുറം, കൊല്ലം. NW3 കേരളത്തിലുള്ള ദേശീയ ജലപാതയാണ്. പട്ടിക 1നെ പട്ടിക 2മായി ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. പട്ടിക 1 ഉപഗ്രഹങ്ങൾ, പട്ടിക 2 രാജ്യം.
ഗോസ് USA, ഇൻസാറ്റ് ഇന്ത്യ, സ്പോട്ട് ഫ്രാൻസ്, ഉൽക്കാത്രി റഷ്യ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 4 എന്നിവ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ബാബർ ട്രാക്റ്റ് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായ് അമിത നനവുള്ള ഒരു മേഖലയാണ്. തെറ്റായ പ്രസ്താവനകൾ: ഭംഗർ പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഖദ്ദർ പഴയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ ഈ ഖദ്ദറും ഭംഗറും തമ്മിൽ ചിലപ്പോൾ നമുക്കൊന്ന് മാറിപ്പോവും, ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. ഖദ്ദർ എന്ന് പറയുന്നതാണല്ലോ പുതിയ അലൂവിയത്തെ സൂചിപ്പിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മുടെ ഈ പൊളിറ്റീഷ്യന്മാരൊക്കെ ഈ ഖദർ ഡ്രസ്സല്ലേ ഇടുന്നത്. ഖദറിലുള്ള ഡ്രസ്സ് ഷർട്ടാണല്ലോ അവരിടുന്നത്. അപ്പോൾ ആ ഖദർ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഈ ഖദർ. ആ ഷർട്ട് അവരിടുന്ന ഷർട്ടുണ്ടല്ലോ അത് പ്യുവർ വൈറ്റാണ്. പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഖദറിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവരത് നന്നായിട്ട് അയൺ ചെയ്ത് ആണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് കണ്ട ഒരു പുതുമ തോന്നും, ഒരു പുതിയതാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യുക. ഈ പൊളിറ്റീഷ്യന്മാരൊക്കെ ഇടുന്ന ആ പുതിയതുപോലെ ഇരിക്കുന്ന ആ ഖദർ ഷർട്ട് എന്ന് പറയുമ്പം ഇവിടെ ഖദർ എന്ന് പറയുന്നത് എന്താ, പുതിയ അലൂവിയത്തെ പ്രതിനിധീകരിക്കുന്നു. അപ്പം ഭംഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പഴയ അലൂവിയം. അപ്പം ഇങ്ങനെ വെച്ച് ഇത് ഓർക്കുക. ഞാനിങ്ങനെയാണ് ഇത് ഓർക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ക്ലൂവോ എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താഴെ പറയുന്ന ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലി. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012-17 പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ only 1 and 2. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവന ഇതൊക്കെയാണ്. RBI IMFൽ ഒരംഗമാണ്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. തെറ്റായ പോയിന്റ് ഇതായിരുന്നു. ഉഷ തൊറാട്ടായിരുന്നു ആദ്യത്തെ വനിതാ RBI ഗവർണർ. RBIക്ക് ഇതുവരെ ഒരു വനിതാ RBI ഗവർണർ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ RBIയുടെ ഒരു വനിതാ ഗവർണർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പോയിന്റ് അങ്ങനെ തെറ്റാന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? IGST. ഫലപ്രദമായ റവന്യൂ കമ്മി ERD ഏതിന് തുല്യമാണ്? റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്തനാഗേശ്വരൻ. സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണ ദാതാക്കളും തമ്മിലുള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി തിരിച്ചറിയുക. സിറ്റിസൺ ചാർട്ടർ. ഇത് വേണമെങ്കിൽ ഗസ് വർക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അതായത് നിങ്ങൾ ചെയ്ത് കാണും. പൗരന്മാരെന്ന് പറയുമ്പോൾ എന്താ, സിറ്റിസൺ ആണ്. അതുപോലെ കരാർ അല്ലെങ്കിൽ ഉടമ്പടി എന്നൊക്കെ പറയുമ്പം അതിൻ്റെ മീനിങ് ആണല്ലോ ചാർട്ടർ എന്ന്. അപ്പോൾ ഇത് സിറ്റിസൺ ചാർട്ടർ അങ്ങനെ വരും. ഇത് അങ്ങനെ ചെയ്തവരൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. NSSOൻ്റെ പൂർണ്ണരൂപം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. കേരളത്തിലെ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി. NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് NREGA. ഇതും ചിലരൊക്കെ ഗസ് വർക്ക് ചെയ്ത് കാണും. NREGA സോഫ്റ്റ് എന്ന് പറയുമ്പം NREGA ആയിട്ട് ബന്ധപ്പെട്ടു എന്നുള്ള രീതിയിൽ ഗസ് വർക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത് ഏത്? വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 105. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരൈൻ റൈസ്ദ. കാലിഗ്രാഫർ എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കുന്ന ആളാണ് കാലിഗ്രാഫർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248 ഡാഷ് പ്രതിപാദിക്കുന്നു: കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ. SR ബൊമ്മേവസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ 352. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപദ്രുമം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യങ്ങൾ ഏവ? കൂടിയാട്ടവും മുടിയേറ്റും. ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ഗ്രീസ്. ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ടെന്നീസ്. നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടംബെച്ചക്കോട്ട്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘം കാലഘട്ടത്തിലെ കൃതി മധുരൈ കാഞ്ചി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻ പിള്ള. ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ B ആനന്ദകൃഷ്ണൻ. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഒൺലി മെമ്മറി റോം. ഇത് ഞാൻ ഓർക്കുന്ന ഒരു ക്ലൂ പറഞ്ഞുതരാം. ബൂട്ട് എന്ന് എഴുതുമ്പം BOOT ആണല്ലോ, 2 O വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ റോമിനകത്ത് ഒരു O ഉണ്ട്. അപ്പോൾ ഞാനത് വെച്ചിട്ട് അങ്ങ് ഓർക്കുന്നത് റാമാണോ റോമാണോ എന്നാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അപ്പോൾ ഈ ബൂട്ടിനകത്ത് 2 O ഉള്ളത് കൊണ്ട് റോമിലൊരു O ഉണ്ടല്ലോ. റാമിനകത്താണെങ്കിൽ റാമിൽ O ഇല്ല, റോമിൽ ഒരു O ഉണ്ട്. അപ്പോൾ ആ O വെച്ചിട്ടാണ് ഞാനിത് ഓർക്കുന്നത്. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇൻ്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ്? ലീഫ് കെ ബ്രൂക്സ്. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്നം ലഭിച്ചത്? ഓപ്ഷൻ D only 2. APJ അബ്ദുൽ കലാമിന്. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. ഓപ്ഷൻ C only 1. ശരിയായ പ്രസ്താവന: സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക് ക്രോമോസ്ഫിയർ കൊറോണയിൽ ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ B only 1 and 3. ശരിയായ പ്രസ്താവനകൾ: ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക. ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മനിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാകുകയും ചെയ്യും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ A only 1 and 2.
പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു. 1980 വന സംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു. ഇവിടുത്തെ തെറ്റായ പോയിന്റ് ഇതാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2020 പ്രകാരം 18/10/2020 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ഈ പോയിന്റാണ് ഇവിടെ തെറ്റ്. ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് 2010 പ്രകാരം 18/10/2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 2010. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി only 1 and 2. ശരിയായ പ്രസ്താവനകൾ: ശനിയുടെ ഉപഗ്രഹമായ മീമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി. 3D പ്രിന്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു. ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റാണ് തെറ്റ്. തെറ്റായ പോയിന്റ് ഇതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചു. ഈ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2023 ഡിസംബർ 3 അവസാനിച്ചത്. 2023 ഡിസംബർ 13 അവസാനിച്ചത്. അടുത്തത് മാത്സ് ആണ്. പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ മാത്സിൽ 1-2 ആൻസേഴ്സ് അവർ റോങ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീയിൽ ചിലപ്പോൾ അത് ചേഞ്ച് ആവുമായിരിക്കും. ഞാനിപ്പം അവിടെ മാർക്ക് ചെയ്ത രീതിയിലാണ് ഇത് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ഓപ്ഷനും മാത്രം വായിച്ചങ്ങ് പോവുകയാണ്. പ്രൊവിഷണൽ ആൻസർ കീ പോലെ തന്നെയാണ് ഇതങ്ങ് വായിച്ചു പോകുന്നത്. 51 A, 52 B, 53 A, 54 D, 55 D, 56 C, 57 A, 58 A, 59 D, 60 B. 61 D, 62 A, 63 A, 64 C, 65 B, 66 B, 67 C, 68 B, 69 A, 70 C. അടുത്തത് ഇംഗ്ലീഷ് പാർട്ടാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് വായിച്ച് പോവാണ്. ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. ഡിഡിൻറ്റ് ഇറ്റ്. Put in the correct preposition. The program starts -8:15 AM at. Choose the correct alternative from those given as options. The principal to speak to you once. Turn the given sentence from active voice to passive voice. Specify which of the following answer is right. Mary opened the door. The door was opened by Mary. Identify the best way to express the intended idea in the following. I like her childlike face. Identify the type of sentence. What a super show! Exclamatory sentence. Use an appropriate article. He didn't get dash job he applied for. The. Michael is dash than Natasha, older. I look forward dash from you to hearing. Report the sentence. Joshua said to Mom, I have been here. Joshua told Mom that he had been there. Complete the given sentence using a suitable phrasal verb. I arranged to meet Tony in the mall yesterday, but he didn't turn up. Find the synonym of the word amicable, friendly. Which of the following word is opposite to the word cautious? Reckless. Which of the following is correctly spelled? Option C, catastrophe. Find one word for a person who has no money. Pauper. What is the meaning of the idiomatic expression round the corner? Very near. Choose the compound word from the words given below. Halfway.
വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ്? ടൈഗ്രസ്. എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ഡാഷ് ഓഫ് എ വേർഡ് ബിഗിനിങ്. പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. സിനോപ്സിസ്. അടുത്തത് മലയാളം പാർട്ടാണ്. ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് വായിച്ചു പോവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഓപ്ഷൻ ബി ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഏത്? ജനകൻ. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീ കനൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുത. 800 എന്ന പദം പിരിച്ചെഴുതുക. എൺ പ്ലസ് 100. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദം ഏത്? വാരിതം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ശിഥിലം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.